ഇളം പച്ചപ്പട്ടു വിരിച്ച മലനിരകൾ, കാറ്റിൽ ഓളം തുള്ളുന്ന പച്ചക്കായൽ പോലെ പുല്ലുമേട്. വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രം വഴി ശബരിമലയിലേക്കുള്ള 12 കിലോമീറ്റർ പാതയുടെ ഒത്ത നടുക്കാണിപ്പോൾ. പേരുപോലെ പുല്ലുമേടാണിവിടം. എങ്ങു നോക്കിയാലും പച്ചപ്പുല്ല്, അതിനപ്പുറം കടും പച്ചക്കാട്. പാതയിലെല്ലാം ആനയുടെയും കാട്ടുപോത്തിൻ്റെയും സാന്നിധ്യമുണ്ട്. ആനപ്പിണ്ടവും ആന കയറിയ ഈറ്റക്കാടുകളും കാട്ടുപോത്തിൻ്റെ കുളമ്പ് തെളിഞ്ഞ ചെളിയുമെല്ലാം കാണാം. മലനിരകളിൽ മേഞ്ഞു നടക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളെ കാണാം. വന്യമൃഗങ്ങൾ അടുത്തെവിടെയോ ഉണ്ടെന്ന പോലെ വഴിയിലുടനീളം ആനപ്പിണ്ടം. കാട്ടുപോത്തുകളും മറ്റും ചവിട്ടി മെതിച്ചതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ പോയതേയുള്ളൂ എന്ന് തോന്നിക്കും പോലെ കുളമ്പ് പതിഞ്ഞ ചെളിത്തടങ്ങൾ. നടപ്പാതയ്ക്കരികിൽ അവിടെവിടെയായി ചെറിയ തടയണകൾ കാണാം. വന്യമൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുവാനുള്ളതാണത്. അങ്ങനെ കാട്ടുസൗന്ദര്യം നിറഞ്ഞതാണ് ഈ തീർത്ഥാടന പാത. പുല്ലുമാത്രം മുളയ്ക്കുന്ന മൊട്ടക്കുന്നുകൾ, വൻ ഗർത്തങ്ങൾ നിറഞ്ഞ മലയിടുക്കുകൾ. ഭക്തരുടെ കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന ഒട്ടേറെ കാഴ്ചകളുണ്ട് ഈ ശരണപാതയിൽ. താഴെ അയ്യപ്പ സന്നിധി കാണാം. സ്വാമി നടയ്ക്ക് കിഴക്ക് പൊന്നമ്പലമേടും തെളിഞ്ഞ കാഴ്ചയാണ്. അതുകൊണ്ടാണല്ലോ മകരജ്യോതി കാണാൻ പതിനായിരങ്ങൾ ഇവിടേക്കൊഴുകുന്നത്. പുല്ലുമേട് വഴിയുള്ള കാനനപാതയ്ക്ക് 2 പ്രത്യേകതയാണുള്ളത്. കോൺക്രീറ്റിൽ കാൽ തൊടാതെ സന്നിധാനം വഴിയെത്താം. കരിമല വഴി വരുന്നവർക്ക് പമ്പയിൽ നിന്ന് മുകളിലേക്ക് കോൺക്രീറ്റ് ചവിട്ടേണ്ടി വരും. മറ്റൊന്ന്, പുല്ലുമേടിൽ നിന്ന് മലയിറങ്ങിയാണ് നാം ശബരിമലയിലെത്തുന്നത്. കുത്തനെയുള്ള ഒരു കയറ്റവുമില്ല. പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ കേന്ദ്രബിന്ദുവിലൂടെയാണ് ഇറക്കം. പമ്പയിലെത്താതെ നമുക്ക് 18ാം പടിയുടെ മുന്നിലെത്താം.